ഒരു പരിപാടിക്ക് വന്നത് ധ്യാൻ്റെ ഏതോ പടത്തിലൊരു പൂജയുണ്ട് വരണം എന്ന് പറഞ്ഞു. ഇന്നേ വരെ അങ്ങനെ ഒരു പൂജയ്ക്കൊന്നും എന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഇന്നലെ വൈകുന്നേരം അജു എന്നെ വിളിച്ചിട്ട് പറഞ്ഞേടാ ഞാൻ അതിൽ വന്ന് നിന്നെ പിക്ക് ചെയ്യാം, ധ്യാൻ്റെ പൂജയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. ഉമ്മാർ അങ്ങനെ ഒരിക്കലും എന്നെ കൊണ്ടുപോകാറില്ല. ഇതെന്തോ ചതിയാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞാനിങ്ങോട്ട് പോകുന്നത്. എന്തായാലും ഇവിടെ വന്നപ്പോൾ ഇത്രയും ചിരിക്കാൻ പറ്റി. കുറേ ദിവസമായിട്ട് ഇങ്ങനെ സ്ട്രെസ് ആയിട്ടിരിക്കുന്നത്. എല്ലാം ഭയങ്കര സന്തോഷം, എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റി. ഈ പടം വിസിറ്റർ സാധാരണ തൻ്റെ വിസിറ്റർ പോലെ ആവാതെ ഇതൊരു വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഈ ലാസ്റ്റ് വന്ന് ഷോ ഇട്ടതൊന്നുമല്ല, അതിന് മുകളിൽ പറയാൻ എനിക്കൊന്നുമില്ല. അപ്പം വിസിറ്റർ എന്ന് പറയുന്ന ഈ സിനിമയുടെ ചടങ്ങിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ സംവിധായകൻ, ഇന്നത്തെ താരം അദ്ദേഹമാണ് രാഹുലിനും നീതുവിനും അരുണിനും അതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ. നമുക്കറിയാം ഇന്ത്യ മുഴുവൻ നോക്കിക്കാണുന്ന ഏറ്റവും വലിയ അഭിനേത്രിയായ ഉർവശി മാഡം, നവ്യ, എൻ്റെ പ്രിയ സുഹൃത്ത് ധ്യാൻ, പിന്നെ ഇന്ന് ഈ ചടങ്ങിൽ വന്ന് ഞങ്ങൾ സിനിമയിലോട്ട് വരാൻ കാരണമായ വിനീത് ശ്രീനിവാസൻ, ദിലീപേട്ടൻ. നാളെയാണ് മലർവാടിയിൽ 16 വർഷമാവുന്നത്. അപ്പം അന്ന് തലേദിവസം ദിലീപേട്ടനെ കാണാൻ കഴിഞ്ഞാൽ സന്തോഷം. ലിസ്റ്റിൻ, അതേപോലെ തന്നെ സന്ദീപേട്ടൻ, ഇവരൊക്കെ ഉണ്ട്. അതിപ്പോൾ ധ്യാൻ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ശ്രീനിവാസൻ സാറിൻ്റെ ഏറ്റവും മികച്ച തിരക്കഥ അത് ധ്യാൻ ശ്രീനിവാസൻ മാത്രമാണ്. അതിലൊന്നും ഇതിക്കൊണ്ട് പറയാനില്ല. അതിൽ അതേ നർമ്മങ്ങളും സറ്റയറും സർക്കാസവും ഒക്കെ അദ്ദേഹം ആ ലെഗസി കണ്ടിന്യൂ ചെയ്യുന്ന കാണുമ്പം എനിക്ക് ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, എൻ്റെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഇഷ്ടം ഉള്ളൊരു കാര്യം ധ്യാനോട്, അദ്ദേഹം ആണ് യഥാർത്ഥ സോഷ്യലിസ്റ്റ്. അത് ആ സോഷ്യലിസ്റ്റ് മനോഭാവം ജീവിതത്തിൽ കൊണ്ടെടുക്കുന്ന ഞാൻ കണ്ടേക്കുന്ന ഒരേ ഒരു മനുഷ്യൻ ധ്യാൻ ശ്രീനിവാസനാണ്. അത് ഇനിയും തുടരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. ഈ പറഞ്ഞ എന്തുകൊണ്ട് ഇനിയും അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ വിശേഷങ്ങൾ പറഞ്ഞതുകൊണ്ട് പറയാം. എൻ്റെ അഭിപ്രായത്തിൽ ഈ കാരണങ്ങൾ, ധ്യാൻ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം അമ്മയുടെ തലപ്പത്ത് വന്നാൽ നന്നാവുന്ന ഞങ്ങൾക്കൊക്കെ തോന്നിയത്. വേറൊന്നും കൊണ്ടല്ല, അതിൽ നടക്കുന്നൊക്കെ വിളിച്ചു പറയും. അപ്പം നിങ്ങൾക്ക് വേറെ സാധ്യതകളൊന്നും വേണ്ട അറിയാൻ. ഹൈദറിനൊക്കെ സന്തോഷമായില്ലേ, ഒറ്റയടിക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ യെസ്, അത് നോക്കാൻ പുള്ളിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. കാര്യം അപ്പം കൃത്യമായിട്ട് ഇടവേള ബാബു ചേട്ടനെയൊക്കെ നമുക്ക് ഏൽപ്പിച്ച് കാര്യങ്ങൾ നടത്തും. അപ്പം അതുകൊണ്ട് കൊണ്ട് തന്നെ പറഞ്ഞത്. പിന്നെ നമ്മൾ വീട്ടിലിരുന്ന് സംസാരിക്കുമ്പം നമ്മളാണല്ലോ എല്ലാം, അങ്ങനെ പറയുന്നത് തമാശകളൊക്കെയാണ്. അപ്പം ഇനി ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇനി തമിഴ്നാട്ടിലോട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ പൊന്ന് CM സാർ, വിജയ് സാർ, എൻ്റെ കൂട്ടുകാരൻ എങ്ങനെ പറയുന്നത്, നൻപനുക്ക് പൈത്യം, അതിലാണ് എനിക്കൊന്നുമേ പണ്ണ മുടിയാതെ നിങ്ങൾ മன்னிച്ചെടുക്കുക. താങ്ക് യു.